നടൻ സുരേഷ് ഗോപിയുടെ മക്കളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ക്ഷേത്ര നടയിൽ അദ്ദേഹം പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തുന്നു. വിവാഹവേദിയിൽ വൻ താരനിര, മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെല്ലാം വേദിയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. മമ്മൂട്ടി, മോഹൻലാൽ, പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ദിലീപ് അടക്കമുള്ള വമ്പൻ മലയാള സിനിമയിലെ താരനിരകൾ അവിടെ ഇരിക്കുന്നുണ്ട്. പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ പ്രത്യേകം ഒരുക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ അവർ ഇരിക്കുന്നു. നടി ഖുശ്ബുവിനെ നമ്മൾ നേരത്തെ സ്ക്രീനിൽ കണ്ടതാണ്. സംവിധായകൻ ഷാജി കൈലാസ് ഇപ്പോൾ സുരേഷ് ഗോപി വന്ന താരങ്ങളെയൊക്കെ അഭിവാദ്യം ചെയ്ത് ഹസ്തദാനമൊക്കെ നൽകി മടങ്ങുകയാണ്. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ അല്പസമയത്തിനകം സുമംഗലിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിയുടെ നേരിട്ടുള്ള സാന്നിധ്യത്തിലാണ് ഭാഗ്യ സുമംഗലിയായി മാറുക. ലിഷോയിലേക്ക് പോകുന്നു. ലിഷോയുള്ളത് കല്യാണ മണ്ഡപത്തിന് തൊട്ടടുത്തായാണ്. ലിഷോയ് ഇപ്പോൾ സമയം 9 മണിയിലേക്കൊക്കെ എത്തുന്നു. അപ്പോൾ വിവാഹ ചടങ്ങുകളൊക്കെ തുടങ്ങിയോ? സ്ക്രീനിൽ നമുക്ക് സുരേഷ് ഗോപി അടക്കം താരങ്ങൾക്ക് അരികിൽ നിൽക്കുന്നതൊക്കെ കാണാം. വധുവും വരനും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞോ? വിവാഹ ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞു. പ്രധാനമന്ത്രി വധുവരന്മാരെ ആശീർവദിക്കുകയും ചെയ്തു. കൂടാതെ മറ്റ് വിവാഹങ്ങൾ നടന്ന മണ്ഡപങ്ങളിലുണ്ടായിരുന്ന, അതായത് മറ്റ് വിവാഹങ്ങൾ പൂർത്തിയാക്കി ഇവിടെ കാത്തുനിന്നിരുന്ന വധുവരന്മാരെയും ആശീർവദിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി. എന്തായാലും ആ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് തിരികെ ശ്രീവത്സത്തിലേക്ക് മടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ പ്രധാനമന്ത്രി ഈ മറ്റ് വധുവരന്മാരെ ആശംസ അറിയിക്കുകയും അതിനോടൊപ്പം തന്നെ അതിഥികളുടെ അടുത്തേക്ക് പോയിരിക്കുകയുമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നിന്ന് വീണ്ടും ശ്രീവത്സത്തിലേക്ക് ശ്രീവത്സത്തിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഏകദേശം 9 മണിക്കുള്ളിൽ 8:30ക്കും 9 മണിക്കും ഉള്ളിൽ ഈ വിവാഹ ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ഏകദേശം 8:45 തന്നെ വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. പ്രധാനമന്ത്രി ഇവിടെ നിന്നും ശ്രീവത്സം ഭാഗത്തേക്കാണ് ഇനി പോവുക. അവിടെ അല്പസമയം വസ്ത്രം മാറുകയും ഒരുപക്ഷെ അല്പസമയം വിശ്രമിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും പിന്നീട് അദ്ദേഹം തിരികെ വീണ്ടും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായി ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലേക്ക് വീണ്ടും പോവുക. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് പിന്നീട് വീണ്ടും ഈ തൃപ്രയാറിലേക്ക് പോവുക. വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിലാണ് അവിടെ പ്രധാനമന്ത്രി ഇറങ്ങുക. എന്തായാലും ഇവിടുത്തെ വിവാഹ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ശരി ലിഷോയ്, അപ്പോൾ വിവാഹം ഭാഗ്യ, അതായത് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ അങ്ങനെ സുമംഗലിയായിരിക്കുന്നു. പ്രധാനമന്ത്രി നേരിട്ടെത്തി ആശീർവദിച്ചു. ഭാഗ്യയ്ക്കൊപ്പം തന്നെ ഇന്ന് വിവാഹിതരായ 30 വധൂവരന്മാരെയും പ്രധാനമന്ത്രി ആശീർവദിച്ചു, ആശംസിച്ചു. അദ്ദേഹം ഇനി അല്പസമയത്തിനകം തിരികെ മേൽപ്പത്തൂരിലേക്ക് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്ഷേത്രവേദിയിലാണെങ്കിൽ പ്രധാനമന്ത്രിക്കും താരങ്ങൾക്കുമൊക്കെ തുല്യ പരിഗണന നൽകിയാണ് വിവാഹ ചടങ്ങുകളടക്കം നടന്നത്.